ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സത്യമേവ ജയതേ എന്ന ദർശനത്തിലൂന്നിയാണ് രാജ്യം മുന്നോട്ടു പോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിലെ ധ്വജാരോഹണ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഗുരു തേജ് ബഹാദൂറിന്റെ 350ാമത് ഷഹീദി ദിവസ് അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ഇന്ന് കുരുക്ഷേത്ര സന്ദർശിക്കും. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിർത്തിവെച്ച എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 76 ലക്ഷം കവിഞ്ഞതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം കൂടി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 28 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ന് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം. വാർത്തകൾ വിശദമായി. രാമരാജ്യത്തിന്റെ മാഹാത്മ്യം വിളിച്ചോതുന്നതാണ് അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിലെ ധ്വജമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിലെ ധ്വജാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സത്യമേവ ജയതേ എന്ന ദർശനത്തിലൂന്നിയാണ് രാജ്യം മുന്നോട്ടു പോകുന്നത്. ശ്രീരാമന്റെ ദർശനങ്ങൾ വരും തലമുറയ്ക്ക് പ്രചോദനമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ട് നടത്തുന്ന ചടങ്ങാണ് ധ്വജാരോഹണം. ശേഷാവതാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശ്രീ നരേന്ദ്രമോദി രാം ദർബാർ ഗർഭാഘട്ടിൽ പ്രത്യേക പൂജയിലും പങ്കെടുത്തു. ലോകം മുഴുവൻ സമാധാനവും ശാന്തിയും പുലരാനുള്ള സന്ദേശമാണ് ധ്വജാരോഹണം നൽകുന്നതെന്ന് ചടങ്ങിൽ പങ്കെടുത്ത RSS മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞു. ഗുരു തേജ് ബഹാദൂറിന്റെ 350ാമത് ഷഹീദി ദിവസ് അനുസ്മരണത്തിനായുള്ള പ്രത്യേക പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകുന്നേരം കുരുക്ഷേത്ര സന്ദർശിക്കും. ഗുരുവിന്റെ അനുസ്മരണാർത്ഥം പ്രത്യേക നാണയവും സ്മാരക സ്റ്റാമ്പും ശ്രീ മോദി പുറത്തിറക്കും. വൈകുന്നേരം തീർത്ഥാടന കേന്ദ്രമായ ബ്രഹ്മസരോവറിൽ പ്രധാനമന്ത്രി ദർശനം നടത്തും. സിഖ് ഗുരു തേജ് ബഹാദൂർ രക്തസാക്ഷിത്വം വരിച്ചതിന്റെ 350ാം വാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. 9ാമത്തെ ഗുരുവായ തേജ് ബഹാദൂറിന്റെ രക്തസാക്ഷിത്വം മാനവികതയ്ക്കും ധൈര്യത്തിനും ത്യാഗത്തിനുമായി അർപ്പിക്കപ്പെട്ടതാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് ഏതാനും ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിർത്തിവച്ചതായി എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വിമാന കമ്പനികൾ അറിയിച്ചു. 45,000 അടിക്ക് മുകളിൽ ഉയർന്ന ചാരം ജെറ്റ് എഞ്ചിനുകൾക്ക് ഗുരുതരമായ കേടുപാടുകൾ വരുത്തുകയും ദൃശ്യപരതയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വിമാന കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകി. വിശദാംശങ്ങളിലേക്ക്. പശ്ചിമേഷ്യയിലേക്കുള്ള നിരവധി വിമാനങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കുകയോ വഴിതിരിച്ചുവിടുകയോ ചെയ്തു. ഇൻഡിഗോ 6 വിമാനങ്ങൾ റദ്ദാക്കുകയും കണ്ണൂർ അബുദാബി സർവീസ് അഹമ്മദാബാദിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തു. യാത്രക്കാർക്ക് വേണ്ട സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനായി 3 സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ടെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. 12,000 വർഷത്തിലധികമായി നിഷ്ക്രിയമായിരുന്ന എത്യോപ്യയിലെ ഹെയ്ലി ഗുബ്ബി അഗ്നിപർവ്വതമാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി പൊട്ടിത്തെറിച്ചത്. ഇതേ തുടർന്ന് ചാരവും സൾഫർ ഡയോക്സൈഡും നിറഞ്ഞ പുക പടരുകയായിരുന്നു. ആഫ്രിക്കൻ അറബ് രാജ്യങ്ങളിൽ വ്യാപിച്ച പുകപടലം ഇന്ത്യയിലേക്കും എത്തിയതാണ് വ്യോമഗതാഗതം തടസ്സപ്പെടാൻ കാരണം. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ചെറുകിട നിക്ഷേപകരുടെ അടിസ്ഥാന സേവന ഡിമാറ്റ് അക്കൌണ്ടിന്റെ യോഗ്യത നിർണ്ണയിക്കുന്നതിന് സീറോ കൂപ്പൺ സീറോ പ്രിൻസിപ്പൽ ബോണ്ടുകൾ ഒഴിവാക്കണമെന്ന് സെബി. ബേസിക് സർവീസസ് ഡിമാറ്റ് അക്കൌണ്ട് തുറക്കുന്നതിനുള്ള യോഗ്യത, ചാർജ് ഘടന തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പുനഃപരിശോധിക്കുകയാണെന്നും സെബി അറിയിച്ചു. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ 2ാം ഘട്ടം ആരംഭിച്ചതിനു ശേഷം 99% എന്യൂമറേഷൻ ഫോമുകൾ വോട്ടർമാർക്കിടയിൽ വിതരണം ചെയ്തതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കേരളം ഉൾപ്പെടെയുള്ള 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഈ മാസം 4-നാണ് 2ാം ഘട്ട വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിച്ചത്. സംസ്ഥാനത്ത് ഇന്നലെ വൈകിട്ട് 6 മണിയോടെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 76,37,216 ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 27.42%. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജനവിധി തേടാൻ 23,562 വാർഡുകളിലായി ഇത്തവണ 72,005 സ്ഥാനാർത്ഥികൾ. ഇതിൽ 37,786 സ്ത്രീകളും 34,218 പുരുഷന്മാരും ഒരു ട്രാൻസ്ജെൻഡറുമുണ്ട്. സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക റിട്ടേണിംഗ് ഓഫീസർമാർ പ്രസിദ്ധീകരിച്ചു. കണ്ണൂരിലെ 3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 14 LDF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ശബരിമല തീർത്ഥാടന വിഷയങ്ങൾ സംബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ യോഗം ആരംഭിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റായി K. ജയകുമാർ ചുമതലയേറ്റ ശേഷമുള്ള രണ്ടാമത്തെ യോഗമാണിത്. അതേസമയം ശബരിമല ദർശനത്തിനുള്ള സ്പോട്ട് ബുക്കിംഗ് ഇന്ന് 5000 നിജപ്പെടുത്തിയിട്ടുണ്ട്. വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി 70,000 ഭക്തർക്ക് ദർശനത്തിന് അവസരമുണ്ട്. ഈ മാസം 21 വരെ 306 ലക്ഷം ഹെക്ടറിലധികം സ്ഥലത്ത് റാബി വിളകൾ കൃഷി ചെയ്തതായി കേന്ദ്ര കൃഷി മന്ത്രാലയം. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 68.15 ലക്ഷം ഹെക്ടർ സ്ഥലത്ത് പയർവർഗ്ഗങ്ങൾ കൃഷി ചെയ്തിരുന്നത് ഇത്തവണ 73.36 ലക്ഷം ഹെക്ടറായി വ്യാപിപ്പിച്ചു. എണ്ണക്കുരുക്കളുടെ കൃഷിയിലും വർധനവ് രേഖപ്പെടുത്തി. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം ഇന്ന്. ആഗോളതലത്തിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ആവശ്യമായ വർദ്ധിച്ച നയരൂപീകരണമാണ് ദിനാചരണ ലക്ഷ്യം. 2008 ഐക്യരാഷ്ട്രസഭ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. രാജ്യം നാളെ സംവിധാൻ ദിവസ് ആഘോഷിക്കും. ഹമാര സംവിധാൻ ഹമാര സ്വാഭിമാൻ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്. ന്യൂഡൽഹി സംവിധാൻ സദസ്സിലെ സെൻട്രൽ ഹാളിൽ നാളെ നടക്കുന്ന സംവിധാൻ ദിവസ് പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, MP-മാർ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർമ്മിക്കുന്നതിനും ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്നതിനുമാണ് ദിനാചരണം. ഭരണഘടനാ ശില്പി BR അംബേദ്കറിന്റെ സംഭാവനകളെ അനുസ്മരിച്ച് നവംബർ 26 സംവിധാൻ ദിവസായി പ്രഖ്യാപിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിക്കുന്നതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 30 രാവിലെ 11. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ഈ മാസം 28 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ നൽകാം. അസം, മേഘാലയ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, വടക്കു പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ കനത്ത മൂടൽമഞ്ഞിന് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ അടുത്ത 4 ദിവസം കൂടി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും പ്രവചിച്ചിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 28 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ ശക്തമായതോടെ ജലനിരപ്പ് ഉയർന്നു. ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം 139.80 അടിയാണ് ജലനിരപ്പ്. സെക്കൻഡിൽ 3740 ഘന അടി വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട്. 138 അടി പിന്നിട്ടതോടെ തമിഴ്നാട് 2ാം ജാഗ്രതാ നിർദ്ദേശം നൽകി. പുതിയ ലേബർ കോഡുകൾ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുമെന്നും തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുമെന്നും റിപ്പോർട്ട്. രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 1.3% കുറയുമെന്നും 77 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഈ മാസം 21 പുതിയ ലേബർ കോഡ് പ്രാബല്യത്തിൽ വന്നത്. ഗോവയിലെ പനാജിയിൽ നടക്കുന്ന 56ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള പ്രേക്ഷക പങ്കാളിത്തം കൊണ്ട് സജീവം. ജാപ്പനീസ് ചിത്രമായ 2 Seasons 2 Strangers, അൽബേനിയൻ ചിത്രമായ ഹന, ഗോവിന്ദ് നിലാനിയുടെ പാർട്ടി എന്നിവയുൾപ്പെടെ നിരൂപക പ്രശംസ നേടിയ സിനിമകൾ പ്രേക്ഷകരുടെ മനം കവർന്നു. ചലച്ചിത്രമേളയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച വേവ്സ് ഫിലിം ബസാറിന് സമാപനമായി. ഉത്തരാഖണ്ഡിൽ ഈ വർഷത്തെ ചാർധാം യാത്രയ്ക്ക് സമാപനം കുറിച്ച് ബദ്രിനാഥ് ക്ഷേത്രത്തിന്റെ കവാടങ്ങൾ ഇന്നടയ്ക്കും. ശൈത്യകാലം ആരംഭിച്ചതിനെ തുടർന്നാണ് ചമോലി ജില്ലയിലെ ക്ഷേത്രം അടയ്ക്കുന്നത്. ഏപ്രിലിൽ ചൈന സന്ദർശിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. ചൈനീസ് പ്രസിഡന്റുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ട്രംപ് സമൂഹമാധ്യമത്തിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. സത്യമേവ ജയതേ എന്ന ദർശനത്തിലൂന്നിയാണ് രാജ്യം മുന്നോട്ടു പോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അയോധ്യ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിലെ ധ്വജാരോഹണ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. ഗുരു തേജ് ബഹാദൂറിന്റെ 350ാമത് ഷഹീദി ദിവസ് അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ഇന്ന് കുരുക്ഷേത്ര സന്ദർശിക്കും. എത്യോപ്യയിലെ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് ആഭ്യന്തര അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നിർത്തിവെച്ച് എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 76 ലക്ഷം കവിഞ്ഞതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. സംസ്ഥാനത്ത് അടുത്ത 4 ദിവസം കൂടി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 28 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ന് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.